കോഴിക്കോട് മാധ്യമപ്രവർത്തകർ ഒരു മാതൃകാപരമായ തീരുമാനമെടുത്തിട്ടുണ്ട്. കാരണം സാധാരണ ഇപ്പോൾ ആരുടെയെങ്കിലും ഒരു പ്രതികരണം വരികയാണെങ്കിൽ എല്ലാവരും കുറേയധികം 10, 12, 15 മാധ്യമങ്ങളുണ്ട് മലയാളത്തിൽ മാത്രം. നോക്കൂ, ഇനി ഒരു സ്റ്റാൻഡാണ്, അവിടെ മൈക്ക് വെക്കും, പറയാൻ വരുന്നവർക്ക് അതിന് മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കാം. അല്ലാതെ ഈ പറയുന്ന പോലെ വായിലേക്ക് കുത്തിത്തിരുകാൻ ഇനി മൈക്കുകൾ വരില്ല. ഇത് എല്ലാ ജില്ലകളിലേക്കും എല്ലാ ഇടങ്ങളിലേക്കും വരേണ്ട ഒരു സംസ്കാരമാണ്, വിദേശ രാജ്യങ്ങളിൽ ഉള്ള ഒരു സംസ്കാരം. അത് കോഴിക്കോട് തുടങ്ങുകയാണ്, ഒരു തുടക്കമാണ് എന്നുള്ളൊരു നല്ല കാര്യമുണ്ട്. ശ്രീ സാബു വർഷങ്ങളായി ഈ മേഖലയിലുണ്ട്, മാധ്യമരംഗത്ത് പ്രവർത്തിച്ചിരുന്നു, അവതാരകനായിരുന്നു, സിനിമയിലുണ്ട്, അങ്ങനെ ഇതിന്റെ സർവ്വ മേഖലയിൽ പ്രവർത്തിച്ച ഒരാളാണ് താങ്കൾ. ഇപ്പം നേരത്തെ ശ്രീമതി അനു പാപ്പച്ചൻ പറഞ്ഞതുപോലെ ഇവരൊക്കെ എങ്ങനെ ഇവിടേക്ക് എത്തുന്നു, ആരിവരെ വിളിക്കുന്നു, ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജിമ്മിലേക്ക് ഒരു നടി പോകുന്നുണ്ട്, ഹോട്ടലിലേക്ക് ഒരു നടി പോകുന്നുണ്ട് എന്നുള്ളത് ഇവരെങ്ങനെ അറിയുന്നു? അപ്പോൾ ഇതിൽ പകുതി ഒരു PR കണ്ടന്റ് കൂടിയുണ്ട്. അല്ല, ഇതിലെ ഈ മാധ്യമങ്ങൾ, അതായത് ഞാൻ ഇവരെ പാപ്പരാസി എന്നാണ് വിളിക്കുന്നത്. കാര്യം ഇവർക്ക് ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ല, ഇവർക്ക് ആരോടും യാതൊരു ഉത്തരവാദിത്വമില്ല, ഒരു ധാർമ്മികതയുമില്ല. ഈ പണം ഉണ്ടാക്കുക എന്നുള്ള, അതായത് യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവർക്ക് എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഇപ്പൊ ജേർണലിസ്റ്റുകൾക്കാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഉൾപ്പെടുന്ന ജേർണലിസ്റ്റ് സമൂഹത്തിന് നിങ്ങൾക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങളുടെ പേര് പരാതിപ്പെടാൻ ഞങ്ങൾക്ക് ഒഫീഷ്യലി. ഇവരെ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ ഈ നമുക്ക് ടെക്നോളജി ആക്സസിബിൾ ആയതോടെ ഒരു മൊബൈലും എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവർക്ക് എവിടെയും ചെല്ലാം, എന്തും ചെയ്യാം. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ മീഡിയ ആണെന്നാണ്. എന്താണ് ഈ മീഡിയ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷന് ഇവരുദ്ദേശിക്കുന്നത് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അത് വളരെ വാണിജ്യപരമായിട്ട് ഉപയോഗിക്കുന്ന മനുഷ്യരുമുണ്ട്. കാര്യം ഞാൻ ജിമ്മിൽ പോണതിന് മുമ്പേ ഞാൻ വിളിച്ച് പറയും ഞാൻ ഇന്ന ജിമ്മിൽ പോകുന്നുണ്ട്, നിങ്ങളത് ഷൂട്ട് ചെയ്ത് ഇടണം. അത് അവരുടെ പബ്ലിസിറ്റിയുടെ ഭാഗമാണ്. അതിനവർ പേയ്മെന്റ് കൊടുത്ത് ജയിക്കുന്നവരുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം എല്ലാ മനുഷ്യരും ഇത് ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നുള്ളതല്ല. ഇപ്പൊ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ വിവാഹത്തിന് പോയപ്പം അവിടെ ഒരു കൂട്ടം മനുഷ്യരിങ്ങനെ നിൽക്കുകയാണ്. ഈ ആളുകൾ മൊബൈലും പിടിച്ചോണ്ട് പോകുന്നവരും വരുന്നവരെയൊക്കെ പല ആംഗിളിൽ ഷൂട്ട് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരാരാണ് എന്ന് നമ്മുടെ ജനവും കൂടെ കാണട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മൊബൈൽ ഓൺ ചെയ്തതും ചെതറിത്തെറിച്ച് ഓടി എല്ലാവരും കൂടി. എനിക്കത് എന്തിനാണ് ഇവർ ഓടിയത്? മീഡിയ ആണെന്നുണ്ടെങ്കിൽ ഇവരെന്തിനാ ഓടിയത് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഞാനത് സ്പോണ്ടേനിയസ്ലി ചെയ്തതാണ്, അല്ലാതെ ഞാനത് പ്ലാൻ ചെയ്ത് പോയി ചെയ്തതൊന്നുമല്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എന്നെ വിളിച്ചു പറഞ്ഞു, വേറെ 1-2 ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞു, അണ്ണാ നിങ്ങളെ ഓൺലൈൻ ബാൻ ഇട്ടേക്കാണ്. ഞാൻ പറഞ്ഞു വലിയ ഉപകാരം. കാര്യം ഇവരെ പേടിച്ച് എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പം സെലീബേറ്റിന്റെ ഇത് തന്നെ ആയിക്കോട്ടെ, എന്ത് മര്യാദകളാണ്, എന്ത് മനുഷ്യത്വം ഇല്ലായ്മയാണ്. അത് കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു മാറ്ററാണ്. അതിന് ഇതുവരെയും നമ്മുടെ സമൂഹത്തിലെ ഇവിടെയുള്ള ആളുകൾ ആരും ഇതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ആളുകൾക്ക് കുറെ പേർക്ക് ഇവരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അവരെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.